അകത്താരം ഉണ്ടാകുന്ന മനസ്സിലാകുന്നതിന് മുൻപ് തന്റെ ഭാര്യയ്ക്ക് എന്തോ സംഭവിച്ചു എന്ന ആശങ്കയിൽ ഇദ്ദേഹം നാട്ടുകാരെ മുഴുവൻ വിളിക്കുകയും കതക് ചവിട്ടിപ്പൊളിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ MLA കാണുന്നു, ഭാര്യയോടൊപ്പം കാണാത്ത രീതിയിൽ കാണുന്നു, അസ്വാഭാവികമായ രീതിയിൽ കാണുന്നു. അപ്പോൾ ഈ MLA-യോട് പിന്നെ എന്തിനാ ഈ സമയത്ത് ഇവിടെ വന്നത്, അകത്ത് കുറ്റിയിട്ടിട്ട് എന്താ ഇത്ര സംസാരം എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും ഭാര്യ ഇയാൾ അടിക്കുമ്പോൾ ഭാര്യയെ പിന്നെ രക്ഷിക്കാനായി ഈ വന്ന CPM MLA ഈ ഭർത്താവിന്റെ കയ്യിൽ കയറി പിടിക്കുന്നു. അതിനുശേഷം അവിടെ നാട്ടുകാരും ഈ MLA-യും ഭർത്താവും ചേർന്ന് വലിയ പിന്നെ എന്താ പറയുക സംഭവബഹുലമായ അന്തരീക്ഷം ഉണ്ടാവുന്നു. അതിനിടയ്ക്ക് ഈ MLA മുങ്ങുന്നു. തുടർന്ന് കാറിൽ കയറി അദ്ദേഹം പോകുന്നു. ഇതാണ് കഥ. ഇതിനെ കോൺഗ്രസ് പ്രചരിപ്പിക്കുന്ന അദ്ദേഹം പൊതിച്ചോറുമായി ഉച്ചയ്ക്ക് സഹാത്തിയെ കാണാൻ വന്നതാണ്. അതിനുശേഷം കുറെ പേർ പ്രചരിപ്പിക്കുന്നുണ്ട് CPM ഇതേക്കുറിച്ച് അന്വേഷിച്ചു, പിന്നെ പറഞ്ഞിട്ട് പോയിട്ട് കൃത്യസമയത്ത് വരാതെ അസമയത്ത് കയറി വന്ന ഭർത്താവാണ് ഇതിൽ തെറ്റുകാരൻ. അതായത് വൈകിട്ടല്ലേ വരുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം എന്തിനു ഉച്ചയ്ക്ക് വന്നു, അതാണ് CPM ചോദിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇവിടെ ഇപ്പൊ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ ഇത്തരം കഥകളാണ് പ്രചരിച്ചത്. സ്വാഭാവികം പറവൂരിലെ കൃത്യമായി ആ KJ ഷൈൻ ടീച്ചർ ആണ് എന്ന് മനസ്സിലാകത്തക്ക രീതിയിലുള്ള എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് ഈ വാർത്ത സൃഷ്ടിച്ചവർ വാർത്ത ഉണ്ടാക്കിയത്. അപ്പൊ ഇത് നമുക്കറിയില്ല ഇതിലെ സത്യാവസ്ഥ എന്താണ്. അപ്പൊ അവരെ ഭർത്താവ് പറയുന്നു, നിങ്ങൾ ഞങ്ങളുടെ വീട് നോക്കൂ, വീട് ചവിട്ടിപ്പൊളിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നാട്ടുകാരോട് ചോദിക്കൂ, ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ ഇത് ലൈംഗിക വൈകൃതമുള്ള ഒരു MLA രക്ഷിക്കാൻ വേണ്ടി ഇപ്പോ CPM-നകത്ത് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നാണ് പറയുന്നത്. ഇവിടെ അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ KJ ഷൈൻ ടീച്ചർ കഴിഞ്ഞ് നമ്മുടെ തോറ്റ MLA ആണ് അവർ, തോറ്റ MP ആണ് അവർ. അപ്പോ ഇവരൊരു പരിപാടിക്ക് പോയപ്പോൾ ഇവരെ അടുത്തറിയാവുന്ന ഒരു കോൺഗ്രസിന്റെ നേതാവ്, പ്രവർത്തകനോ നേതാവോ അവിടെ ഉണ്ടായിരുന്നു. ഇവരെ അടുത്ത് വിളിച്ചിട്ട് ആ നേതാവ് പറഞ്ഞു, ടീച്ചർ സൂക്ഷിക്കണം, സതീശന് ഒരു ബോംബ് വെച്ചിട്ടുണ്ട്, അത് ടീച്ചറിന്റെ നെഞ്ചത്തിട്ട് പൊട്ടിക്കാനാണ് വെച്ചേക്കുന്നത്, അതുകൊണ്ട് ടീച്ചർ ഒന്ന് സൂക്ഷിക്കണം, ഇന്നതാണ് ബോംബ് എന്ന് കൃത്യമായി അവർക്ക് ചോർത്തിക്കൊടുത്തു എന്നാണ് പറയുന്നത്.